ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രയാത്തലോണിൻ്റെ വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ട്രയാത്തലോണിൻ്റെ വീഡിയോ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ആക്കാമെന്ന്. അപ്പം ഞാൻ ട്രയാത്തലോൺ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുള്ളവരുണ്ടായിരിക്കാം, കേട്ടിട്ടില്ലാത്തവരുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ട്രയാത്തലോൺ എന്നത്. ട്രയാത്തലോൺ എന്ന് വെച്ചാൽ സൈക്ലിംഗ്, സ്വിമ്മിങ്, റണ്ണിങ്, ഈ മൂന്നും ചേർന്നാണ് ട്രയാത്തലോൺ. ട്രൈ എന്ന് പറയുന്നത് മൂന്നെന്നാണല്ലോ. അപ്പം ഈ മൂന്നുമാണ് ഇതിൽ വരുന്നത്. ഇവിടെ നടത്തിയ ഇവൻ്റ് എന്ന് പറയുന്നത് സ്വിമ്മിങ് ആണെങ്കിൽ 1 കിലോമീറ്റർ, സൈക്ലിംഗ് ആണെങ്കിൽ 30 കിലോമീറ്റർ, അതുപോലെ റണ്ണിങ് ആണെങ്കിൽ 10 കിലോമീറ്റർ ആണ്. ഇത് നമ്മുടെ ഒളിമ്പിക്സ് നടക്കുന്ന സെയിം ട്രയാത്തലോണാണ്, പക്ഷേ അതിൽ ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട്. സ്വിമ്മിങ് 1500 മീറ്റർ ആയിരിക്കും, അതുപോലെ അതായത് 1500 മീറ്റർ. പിന്നെ സൈക്ലിംഗ് ആണെങ്കിൽ 40 കിലോമീറ്ററും, അതുപോലെ റണ്ണിങ് ആണെങ്കിൽ 10 കിലോമീറ്ററുമാണ് ഒളിമ്പിക്സിൽ വരുന്നത്. അപ്പോൾ ഇത് ലൊണാവലയിൽ വെച്ചിട്ടാണ് ഇത് നടന്നത്. അപ്പോൾ അച്ഛൻ ഇത് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേഷന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കണ്ടില്ലേ, ഒരു അമ്മ പേറ്റ മക്കളെ പോലെ എല്ലാവരും നിൽക്കുന്നത്. ആരെയും കണ്ടാൽ മനസ്സിലാവില്ല. എല്ലാവരും ഒരേ ക്യാപ്പും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. സ്വിമ്മിങ് ആണ് ഫസ്റ്റ്. സ്വിമ്മിങ് കഴിഞ്ഞിട്ട് സൈക്ലിംഗ്, പിന്നെ റണ്ണിങ് ആണ്. അപ്പോൾ ഇവർ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോവാണേ. അപ്പോൾ അത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 7 മണിയാണ്. വെള്ളം ഭയങ്കര തണുത്തതായിരുന്നെന്നാണ് അച്ഛൻ പറഞ്ഞത് കേട്ടോ. അപ്പം ഈ ട്രയാത്തലോണിന് ശേഷം ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് ഒരു ആർട്ടിക്കിൾ അച്ഛൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം അത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഈ തണുത്ത വെള്ളത്തിൽ കൂടെ നീന്തുക എന്ന് പറയുന്നത് അത്ര രസകരമായിട്ടുള്ള കാര്യമല്ല, നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അതൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫിക്കൽറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീട്ടിൽ നോക്കി കാണാം, നിങ്ങൾക്ക് ദൂരെ ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെ ഒഴുകുന്ന പോലെയുണ്ട് കേട്ടോ. ആൾക്കാരിങ്ങനെ വരുന്ന കണ്ട, ഇങ്ങനെ നീന്തി ഈ കരയ്ക്ക് എത്തിയിട്ട് ഇനി അവർ ഓടുകയാണ്. അപ്പോൾ എന്തിനാണ് ഓടുന്നതെന്ന് വെച്ചാൽ അപ്പോൾ അവരുടെ ആ ഒരു ടൈം കുറയ്ക്കാൻ പറ്റും. എത്ര ടൈമിനും വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഈ ട്രയാത്തലോൺ ആയാലും വോക്കത്തോൺ ആയാലും അല്ലെങ്കിൽ മാരത്തൺ ആയാലും നമുക്ക് എത്ര ടൈം വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷേ ഏറ്റവും നല്ലത് ഏറ്റവും ടൈം നമുക്ക് കുറച്ച് എത്ര പെട്ടെന്ന് വരാമോ അതാണല്ലോ ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. സ്വിമ്മിങ് കഴിഞ്ഞിട്ട് അവർ ഉടനെ ഓടുകയാണ് നെക്സ്റ്റ് സൈക്ലിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ തലേ ദിവസം തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അവർ തരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സൈക്കിൾസൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും. അതിൻ്റെ ചെയിനും കാര്യങ്ങളും എല്ലാം നോക്കണമല്ലോ. അപ്പോൾ നമുക്കൊന്ന് ഓടിച്ച് നോക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അത് നമ്മൾ തലേ ദിവസം തന്നെ വന്നിട്ട് എല്ലാം റെഡി ആക്കി വെക്കണം. അപ്പോൾ ഇത് നടത്തിയത് നേവിയാണ്, പക്ഷേ ഇത് പബ്ലിക്സിന് ഓപ്പൺ ആയിരുന്നു കേട്ടോ. ഈ ഒരു ട്രയാത്തലോൺ ഇത് ലൊണാവലയിലെ INS ശിവാജിയിൽ വെച്ചിട്ടാണ് നടത്തിയത് കേട്ടോ. പിന്നെ ഓട്ടം കഴിഞ്ഞ് നമ്മുടെ ആൻഡേഴ്സൺ പുറകിൽ എത്തുന്നുണ്ട്. അതിന് നമ്മൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏറ്റവും കുറവ് ടൈമിൽ ഇതെല്ലാം ചെയ്തു തീർത്തത് ആരാണോ അവർക്ക് ഡിഫറെൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ള മെന്നും വിമനും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ അവർക്കുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് ഇനി നടത്താൻ പോകുന്നത്. ഇതുപോലെ ഓടി വരുന്നുണ്ട്. എനിക്ക് പക്ഷേ ഫിനിഷിംഗ് പോയിന്റിൽ വരുന്ന ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം മെഡലൊക്കെ ഞങ്ങൾക്ക് തരികയാണ്. Yeah. Sorry. Papa did it, man. Papa did it. Sorry, Papa did it. Yeah. Jonathan. Deshpande, bib number 1033. Sir, I believe. Thank you so much, sir. അങ്ങനെ ട്രയാത്തലോണിനൊക്കെ ശേഷം നമ്മൾ ജോനൂസിൻ്റെ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ ടൈഗർ ഹിൽസിലൊക്കെ പോയി. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അങ്ങനെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രയാത്തലോണിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ശരി, ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാമേ.